നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലെ ആദ്യ സെക്ഷനായ പ്രൊഡക്റ്റ് ഓഫ് സം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്ഷന് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് രണ്ട് എന്താണ് ഓഡ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനെ പറ്റി നോക്കുകയാണ്. അപ്പോൾ 1 into 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതേപോലെ 5 into 7 എന്ന് പറഞ്ഞാൽ 35 ആണ്. 21 into 11 എന്ന് പറഞ്ഞാൽ 231 ആണ്. അതേപോലെ 15 into 9 എന്ന് പറഞ്ഞാൽ 135 ആണ് വരുന്നത്. ഇവിടെ നോക്കുക 1ഉം 3ഉം 5ഉം 7ഉം 21ഉം 11ഉം 15 9 ഒക്കെ ഓഡ് നമ്പേഴ്സ് ആണ്. അതിന്റെ മൾട്ടിപ്ലിക്കേഷനും എഗെയിനും എന്ത് പറയാം, ഓഡ് നമ്പർ ആണെന്ന് പറയാം. അപ്പൊ രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എഗെയിൻ ഓഡ് എന്ന് പറയാം. അപ്പൊ റിസൾട്ട് ആക്കിയത് പ്രൊഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് ഓഡ് എന്ന് പറയാം. ഇതിന് ആൽജിബ്രിക് ഫോം എഴുതാൻ പോവാ, അഥവാ ജനറൽ ഫോം എഴുതാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യണേ, 1 3 5 7 എക്സെട്ര ഇതാണ് നമ്മളെ കയ്യിലെ ഓഡ് നമ്പർ. ഞാൻ 1ന് അതേപോലെ എടുത്ത് എഴുതി. 3നെ എങ്ങനെ മാറ്റി എഴുതി, 2 plus 1. 5നെ 4 plus 1 1 മാറ്റി എഴുതുമ്പോ മറ്റേത് 6 plus 1 ആക്കി മാറ്റി എഴുതാം. ഇനി 1 ഈ 2നെ ഞാൻ 2 into 1 plus 1 ആക്കി എഴുതി. അപ്പൊ 4നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 into 2 plus 1 ആക്കി. 6നെ 2 into 3 plus 1 എന്ന രീതിയിൽ എഴുതാം. ഇനി ഞാൻ ഈ 3ന്റെ അവിടെ 1 കൊടുത്തു, 2 കൊടുത്തു, 3 ഇതേപോലെ തന്നെയല്ലേ ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നു, 3 വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ nth പൊസിഷൻ എന്താ വരിക, 2 into n plus 1 അല്ലെ. n-ാമത്തെ പൊസിഷൻ 1 പൊസിഷനിൽ ആകുമ്പോ 3 ആയിരുന്നു, ഇവിടെ 2 ആകുമ്പോ 5 ആയി അല്ലെ. അപ്പൊ 3 ആകുമ്പോ എത്ര ഇവിടെ വന്നത് 3 ആയിരുന്നു. അപ്പൊ n ആകുമ്പോ ഇവിടെ 3 മാറി എന്താവും, n ആവും. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഇതിന്റെ ജനറൽ ഫോം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കിട്ടിയ ഫോം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഞാൻ അടുത്ത കാരണം എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, 5നെ 2 കൊണ്ട് ഡിവിഷൻ നടത്തുകയാണ്. അപ്പൊ എന്താവും, 2 into 2 4 റിമൈൻഡർ 180. ഇനി 3ന് ഡിവിഷൻ നടത്തി കഴിഞ്ഞാലോ, 2 into 2 എന്ന് പറഞ്ഞാൽ 4 എഗെയിൻ എന്ത് വന്നു, റിമൈൻഡർ 1. ഞാൻ 7 എടുത്തു, 2 കൊണ്ട് ഡിവിഷൻ നടത്തി, 3 into 2 എത്രയാണ്, 6 ആണ്, റിമൈൻഡർ 1. അപ്പൊ ആൾവേസ് റിമൈൻഡർ 1 ആണ്. അപ്പൊ ഞാൻ ഇതിനൊന്ന് മാറ്റി പറയാൻ പോവുകയാണ്. എന്ത് പറയാൻ പോവുകയാണ് നമ്മള്, അല്ലെ, ഡിവൈഡഡ് ബൈ 2 ലീവ്സ് ആസ് എ റിമൈൻഡർ ഓഫ് 1. എന്താ ഞാൻ പറഞ്ഞത്, 2 plus 1നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്, അല്ലെ, ഡിവൈഡഡ് ബൈ 2 ലീവ്സ് റിമൈൻഡർ ഓഫ് 1. അപ്പോ ഈ 2നെ ഈ നമ്പറും ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എത്ര ആയിരിക്കും, 1 ആയിരിക്കും. അതിന്റെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ 2 ലീവ്സ് ആസ് എ റിമൈൻഡർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതുന്നത് 2n plus 1 എന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളൂ. 2നെ 5 ഓഡ് നമ്പർ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ റിമൈൻഡർ 1 ആണ് നമ്മൾ എഴുതിയതാണ്, അത്രയേ ഉള്ളൂ എഴുതിയിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഓഡ് നമ്പേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈവൻ നമ്പേഴ്സിനെ പറ്റി ചർച്ച ചെയ്ത് നോക്കാം. നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 into 4 ആണ് 8 ആണ് അല്ലെ. 2ഉം 4ഉം ഈവൻ ആണ്, 8ഉം എന്താണ് ഈവൻ ആണ്, 6ഉം 8ഉം ഈവൻ ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ 48 ആണ്, അത് എഗെയിൻ ഈവൻ ആണ്. 22 into 10 എന്ന് പറഞ്ഞാൽ എഗെയിൻ ഈവൻ ആണ് കിട്ടുന്നത്. ഇനി 16 into 14 എന്ന് പറഞ്ഞാൽ 2 to 4 ആണ്, അത് എഗെയിൻ ഈവൻ ആണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും, ദി പ്രൊഡക്റ്റ് ഓഫ് ടു ഈവൻ നമ്പേഴ്സ് ഈസ് ഈവൻ. അപ്പൊ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും എഗെയിൻ ഈവൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇതിന്റെ ജനറൽ ഫോം നമ്മൾ എഴുതാൻ പോവാണ്. നമുക്ക് ഈവൻ നമ്പേഴ്സ് എഴുതിയ പോലെ അല്ലെ, ഓഡ് നമ്പേഴ്സ് നമ്മൾ എഴുതുന്നു, അതേപോലെ ഈവൻ നമ്പേഴ്സ് എഴുതാണ്. 2 4 6 8. ഞാൻ 2ന് ഇട്ടു, 4ന് 2 into 2 ഇട്ടു, 6ന് 2 into 3 ഇട്ടു, 8ന് എന്തിട്ടു ഞാൻ, അല്ലെ 2 into 4 ആക്കി. ഈ 2നെ എങ്ങനെ മാറ്റി എഴുതി, 2 into 1 ആക്കി, 2 into 2 2 into 3 2 into 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ n ആണെങ്കിൽ എന്താവും, 2n. അപ്പൊ ഇതാണ് നമ്മളെ ആൽജിബ്രിക് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത് 2n ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിമൈൻഡർ നോക്കാം. 4നെ 2 കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര കിട്ടും, റിമൈൻഡർ 4, റിമൈൻഡർ 0. ഇനി 8നെ 2 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ 4 into 2 എന്ന് പറഞ്ഞാൽ 8, അഗെയിൻ റിമൈൻഡർ 0. അപ്പൊ ഇവിടെ എങ്ങനെ പറയാം നമുക്ക്, ഡിവൈഡഡ് ബൈ 2 ലീവ്സ് ആസ് എ റിമൈൻഡർ ഓഫ് 0. ഇവിടെ റിമൈൻഡർ എത്ര ആയിരിക്കും, 0 ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്, 2 ഡിവൈഡഡ് ബൈ 2 ലീവ്സ്
റിമൈൻഡർ ഓഫ് 1 എന്ന് പറഞ്ഞ് നമ്മൾ 2n plus 1 ആക്കി എഴുതി. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ഫോർ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ഫോർ നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്? 1 2 3 4 ആണ് ഫസ്റ്റ് ഫോർ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനെ എന്ത് പറയാണ്? പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ടു അല്ലെ നമ്പേഴ്സ് അറ്റ് ദി എൻഡ്. എൻ നമ്പേഴ്സിന്റെ സം എന്ത് ചെയ്യാ? പ്രൊഡക്റ്റ് ചെയ്യാണ്. 1 ഉം 4 ഉം തമ്മിലുള്ള പ്രൊഡക്റ്റ് 1 into 4 എന്ന് പറഞ്ഞാൽ 4. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അറ്റ് മിഡിൽ. ആരൊക്കെയുടെ മിഡിൽ വരേണ്ടത്? 3 ഉം 2 ആണ്. അത് തമ്മിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 6. ഇനി എന്ത് ചെയ്യും? ഇവരെ ഡിഫറൻസ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ 6 - 4 എന്ന് പറഞ്ഞാൽ 3 2 ആണ്. ഇതേപോലെ നെക്സ്റ്റ് ഒരു നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണ്. നെക്സ്റ്റ് ഫോർ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 3 4 5. അങ്ങനെയാണെങ്കിൽ ഇത് എൻ പോയിന്റ്സിൽ ആരൊക്കെയാണ് ഇവിടെ? 2 ഉം 5 ആണ്. അപ്പൊ 2 into 5 എത്രയാണ്? 10 ആണ്. ഇനി ആരൊക്കെ നമുക്ക് മിഡിൽ വരുന്നത്? ദി പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇൻ ദി മിഡിൽ എന്നാണ് ആരൊക്കെ? 3 ഉം 4 ആണ്. അപ്പൊ 3 into 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. ഇനി ഇത് അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇത് സബ്ട്രാക്ഷൻ 12 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. നമ്മൾ ഇതിനെ ആൽജിബ്രയിക്കിലേക്ക് ഫോം ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞ എന്താണ് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്ത് പറഞ്ഞാൽ നമ്മുടെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1 2 3 4 5 6 7 എന്ന് വിചാരിക്കുക. ഞാൻ ഇതൊന്ന് മാറ്റിയാണ്. ഒരിക്കൽ നമ്മൾ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽജിബ്രിക് ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്. 2നെ 1 + 1 ആക്കി, 3നെ 1 + 2 ആക്കി, 4നെ 1 + 3 ആക്കി, 5നെ 1 + 4 ആക്കി, പിന്നെ 6നെ 1 + 5 ആക്കി, 7നെ 1 + 6 ആക്കി. ഇനി 1നെ ആക്കി ആര് കൊടുക്കുക? x കൊടുക്കുക. അപ്പൊ ഇത് x, ഇത് x + 1, ഇത് x + 2, ഇത് x + 3, ഇത് x + 4, ഇതെന്താണ്? x + 5, x + 6 എന്ന രീതിയിൽ. അപ്പൊ നമ്മൾ എത്ര നാച്ചുറൽ നമ്പേഴ്സ് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ 4 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് 1 2 3 4. അപ്പൊ എത്ര എടുത്താൽ മതി? x + 1, x + 2, x + 3. നമ്മൾ 6 പറഞ്ഞു എത്ര വരെ പോകണം? ഇത് 5, ഇത് 6 അല്ലെ? അപ്പൊ x + 5 വരെ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ഫോർ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ആരൊക്കെയാണ്? x + 1, x + 2, x + 3 ആണ്. ഇതിന്റെ n പോയിന്റ്സിൽ ആരൊക്കെ വരുന്നത്? x ഉം x + 3 ആണ്. അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. x into x + 3. അപ്പൊ x into x എന്ന് പറഞ്ഞാൽ എത്രയാണ്? x into x പ്ലസ് അടുത്തെന്താ? x into 3, x into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x² + 3x ആണ്. ഇനി മിഡിൽ ആരൊക്കെയാണ്? x + 1 ഉം x + 2 ഉം തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ x into x പ്ലസ് അടുത്തെന്താ? x into 2 പ്ലസ് 1 into x പ്ലസ് 1 into 2 തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ x into x², ഇവിടെ 2x, ഇവിടെ x 2 ഈക്വൽ ടു x² + 3x + 2. ഇനി അടുത്ത് എന്ത് ചെയ്യാ? ഇതിന്റെ ഡിഫറൻസ് കാണാം. അപ്പൊ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അല്ലെ x² + 3x + 2 മൈനസ് ഓഫ് x² + 3x. മൈനസ് റിമൂവ് ചെയ്യുമ്പോൾ എന്താവും? x² + 3x + 2 പ്ലസ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് x² മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 3x. അപ്പൊ മൈനസ് 3x ഉം പ്ലസ് 3x ഉം വെട്ടി, x² ഉം മൈനസ് x² ഉം വെട്ടി, ബാക്കി ആരേ ഉള്ളൂ? 2 ആണ്. അപ്പൊ എന്ത് നമുക്ക് പറയാൻ പറ്റി? അല്ലെ? ഇത് for any four consecutive natural number, the difference between the product of a two numbers at the end and the two numbers in middle is 2. അപ്പൊ എന്ത് പറയാൻ പറ്റി? അല്ലെ? ഈ 4 consecutive natural numbersന്റെ നമ്മൾ അല്ലെ ഫസ്റ്റും അതേപോലെ ലാസ്റ്റും എടുത്തു, അതേപോലെ മിഡിൽ ടേം മൾട്ടിപ്ലൈ ചെയ്തു, അതിന് ഡിഫറൻസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? ആൻസർ 2 ആണെന്ന് കണ്ടെത്തി. ക്ലിയർ ആയല്ലോ? നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 66 to 67. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് several numbers and guess generalization, then prove the using algebra. ആൽജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ആണ് പറയുന്നത്. The remainder got on the division by 3. The product of two numbers, one of the leave remainder 1 on division by 3 and the other remainder is 2.
ഇനി the remainder got on division by 4 the product of two numbers, one which is least remainder 1 on divisible by 4 and other remainder 2. The difference of the product of two numbers at the end of the 2 in the middle of 6 consecutive natural numbers. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? The remainder of got on division by 3 the product of two numbers 1 and which is remainder 1 on divisible by 3 and the other. അപ്പോൾ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്പേഴ്സ് ഞാൻ എക്സ് കൊടുത്തു. ഇതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് എന്താണ്, നമ്മൾ ഈവൻ നമ്പേഴ്സിന്റെയും ഓഡ് നമ്പേഴ്സിന്റെയും പറഞ്ഞപ്പോ ഇങ്ങനെ സെന്റൻസിന്റെ നമ്മൾ ആൽജിബ്രിക് ഫോം എഴുതി അഥവാ ജനറൽ ഫോം എഴുതിയിരുന്നു അല്ലെ? എവിടെയായിരുന്നു നമ്മള് അല്ലെ? ഫസ്റ്റ് ഓഡിന്റെയും ഈവന്റെയും പറഞ്ഞപ്പോ അവിടെ എന്തായിരുന്നു അല്ലെ? ഡിവൈഡഡ് ബൈ 2 ലീവ്സ് റിമൈൻഡർ ഓഫ് 0 എന്ന് പറയുമ്പോൾ 2n ആയിരുന്നു ഞാൻ പറഞ്ഞു. അതേപോലെ നമ്മൾ എന്തുകൂടിയും പറഞ്ഞിരുന്നു നമ്മള് അല്ലെ? ഡിവൈഡഡ് ബൈ 2 ലീവ് ആസ് എ റിമൈൻഡർ ഓഫ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോർമാറ്റ് എങ്ങനെ എഴുതാന്ന് നോക്കി. നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്ന് റിമൈൻഡർ അല്ലെ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു നമ്മള് പറഞ്ഞത്? ഡിവൈഡഡ് ബൈ 3 ലീവ് എ റിമൈൻഡർ ഓഫ് 1 എന്നാണ് പറഞ്ഞത്. മറ്റെന്തായിരുന്നു? ഡിവൈഡഡ് ബൈ 2 അല്ലെ? പിന്നെ എന്തായിരുന്നു? റിമൈൻഡർ ഈസ് 1. അപ്പൊ ഞാൻ ഇവിടെ എക്സ് കൊടുക്കുകയാണ്, എന്നതിന്റെ പകരം 2x പ്ലസ് 1 എന്ന രീതിയിൽ നമ്മൾ എഴുതിയത്. ഇവിടെ എങ്ങനെ എഴുതാണ്? ഡിവൈഡഡ് ബൈ 3 ഇപ്പൊ 3x പ്ലസ് 1 എന്ന രീതിയിൽ എഴുതിയാൽ മതി. അപ്പൊ ഒന്നാമത്തെ രീതിയിൽ നമ്മള് 3x പ്ലസ് 1. ഇവിടെ നേരത്തെ എഴുത് അല്ലെ? ഡിവൈഡഡ് ബൈ 2 അല്ലെ? ലീവ് റിമൈൻഡർ 1 എഴുതുമ്പോൾ 2x പ്ലസ് 1. ഇവിടെ എന്താണ് നമ്മൾ എഴുതിയത്? ഡിവൈഡഡ് ബൈ 3x പ്ലസ് 1 എന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി. ഇനി അടുത്തത് എന്താണ്? ഡിവൈഡഡ് ബൈ 3 ലീവ്സ് എന്ന് പറയുമ്പോൾ 3x അല്ലെ? റിമൈൻഡർ എത്രയാണ്? 2. അപ്പൊ 3x പ്ലസ് 2 എന്ന രീതിയിൽ. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് ആരൊക്കെ തമ്മില്? നമ്മളെ 3x പ്ലസ് 1ഉം 3x പ്ലസ് 2ഉം തമ്മിലുള്ള പ്രൊഡക്റ്റ്. അപ്പൊ 3x ഇൻറ്റു 3x മൾട്ടിപ്ലൈ ചെയ്യുക. 3x ഇൻറ്റു 3x പ്ലസ് അടുത്ത് 3x ഇൻറ്റു 2 3x ഇൻറ്റു 2. ഇനി 1 ഇൻറ്റു 3x അടുത്തത് 1 ഇൻറ്റു 3x പ്ലസ് 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 3 ഇൻറ്റു 3 9x സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 6x പ്ലസ് 3x പ്ലസ് 2. 6x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 9x സ്ക്വയർ ആയി, സോറി 9x ആയി പ്ലസ് 2 ആയി. ഇവിടെ എന്താണ്? 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 9x പ്ലസ് 2. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ആരുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞത് 3യുമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞു. അപ്പൊ 3യുമായിട്ട് ഡിവിഷൻ നടത്തി എത്രയാണ് റിമൈൻഡർ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ 3 എന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതണം. അപ്പൊ 9 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ നോക്കാം. 9 3 ഇൻറ്റു 3 ആക്കി എഴുതാം. ഇവിടെ 9 ഉണ്ട്, 3 ഇൻറ്റു 3 ആക്കി എഴുതാം. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഒരു 3 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന രീതിയിലായി. അപ്പൊ ഇവിടെ പറഞ്ഞ എങ്ങനെ കിട്ടി? 3 എന്തോ ഒരു ബ്രാക്കറ്റില് പ്ലസ് 2 എന്ന രീതി. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കണേ? അപ്പൊ ഇവിടെ റിമൈൻഡർ എന്ന് പറഞ്ഞ 2 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഇൻറ്റു ഇവിടെ എന്തോ ഒരു നമ്പർ പ്ലസ് 2 എന്ന രീതിയിൽ. അപ്പൊ ഈ ഭാഗം വരുന്നതാണ് നമ്മളെ റിമൈൻഡർ ആയി വരുന്നത്. അപ്പൊ താഴെ ഒന്ന് എഴുതി വെക്കുക. The divided by 3 gives a remainder of 2 എന്ന് നമുക്ക് പറയാൻ പറ്റി. The divided by 3 gives a remainder of 2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ഇങ്ങോട്ട് മാറ്റി. അപ്പൊ ഈ 3 എവിടുന്ന് വന്നു? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു 3 ആണ് ഡിവിസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞു. അത് റിമൈൻഡർ ആണ് കഴിഞ്ഞത്. അപ്പൊ 3നെ ഇതിന്ന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞു. അപ്പൊ 3 ഇൻറ്റു പിന്നെ ഇത് മൊത്തം ഒരു ടേം ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് നമുക്ക് അങ്ങനെ വേണ്ടത്. അപ്പൊ പ്ലസ് 2 എന്ന രീതി. അപ്പൊ ഇവിടെ വരുന്ന ആളാണ് അത് വരുന്നത് നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് the remainder got by the divisible by 4. The product of two numbers, one which of have leave remainder 1 on divisible by 4 and other remainder is 2. അപ്പൊ എന്ത് കണ്ടെത്തണം? ഡിവിസിബിൾ ബൈ 4 എന്ന് കണ്ടെത്തണം അല്ലെ? അപ്പൊ നമ്മൾ 4യുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്പറിന് എന്താക്കി എടുത്തു? x ആക്കി എടുത്തു. ഇനി അതിൽ ഫസ്റ്റ് വരി എന്താക്കി എടുത്തു? the divided by 4 leaves as a remainder of 1.
അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിവൈഡ് ബൈ 2 ആണെങ്കിൽ 2x പ്ലസ് 1 ആയിരുന്നു. ഇവിടെ ആരാ പറഞ്ഞത് 4. അപ്പൊ 4x പ്ലസ് 1 എന്ന രീതിയിൽ കൊണ്ടുപോകണം. ഇനി അടുത്ത എന്താണ് നമ്മളോട് അല്ലെ, the divided by 4 leaves a remainder of 2 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് അല്ലെ, 4x പ്ലസ് റിമൈൻഡർ എത്ര 2. അപ്പൊ 4x പ്ലസ് 2 എന്ന രീതിയിലേക്ക് മാറ്റി എഴുതി. നേരത്തെ നമ്മൾ എഴുതിയത് 4x പ്ലസ് 1, കാരണം നമുക്കറിയാം നമ്മൾ ഈ ഓഡ് നമ്പേഴ്സിന്റെ 2x പ്ലസ് 1ന്റെ ജനറൽ ഫോം എഴുതിയിരുന്നു. 2 is എന്ത് പറയുന്നത് ഡിവൈഡഡ് ആണ്, ഡിവൈഡഡ് ബൈ റിമൈൻഡർ 1 ആണ് എഴുതി. അപ്പൊ 2x പ്ലസ് 1 എന്ന രീതിയിൽ എഴുതി. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ വരും 4x പ്ലസ് 1 ഇൻറ്റു 4x പ്ലസ് 2 എന്ന് ചെയ്യണം. അപ്പൊ 4x ഇൻറ്റു 4x 4x ഇൻറ്റു 4x പ്ലസ് 4x ഇൻറ്റു 2 4x ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 4x 1 ഇൻറ്റു 4x പ്ലസ് 1 ഇൻറ്റു 2 1 ഇൻറ്റു 2 equal to 4 into 4 16x square. 4 into 2 എന്ന് പറഞ്ഞാൽ 8x. 1 into 4 എന്ന് പറഞ്ഞാൽ 4x plus 2. 8x ഉം 4x ഉം തമ്മിൽ ആഡ് ചെയ്താൽ 12x plus 2. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് ആരുമായിട്ടാണ് നമ്മൾ നോക്കാൻ പറഞ്ഞത് ഡിവൈഡഡ് ബൈ 4 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞു. അപ്പൊ ഡിവൈഡഡ് ബൈയും ഡിവിസിബിൾ ബൈയും സെയിം ആണ്. അപ്പൊ 4ഉമായിട്ടാണ് നമുക്ക് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി, ഈ 16നെ 4ഉമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കുക. നമുക്കറിയാം 4 into 4 16, 12 എന്ന് പറഞ്ഞാൽ 4 into 3 ആണ് 12 എന്ന് പറയുന്നത്. അപ്പൊ 4 into 3 എന്ന് പറഞ്ഞാൽ 12. അപ്പൊ കോമൺ ആയിട്ട് 4 ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ 4x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് വന്നു. അപ്പൊ എന്ത് കിട്ടി 4 ഇങ്ങനെ എന്തോ ഒരു നമ്പർ പ്ലസ് 2. അപ്പൊ ഇവിടെ വന്നെന്താണ്, ഇതാണ് നമ്മൾ റിമൈൻഡർ ആയി വന്നത്. അപ്പൊ എന്ത് പറയാൻ പറ്റി, the divided by 2 4 gives a remainder of 2 അല്ലെ, divided by 4 gives a remainder of 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, the difference of the product of two numbers at the end of the 2 in the middle of 6 consecutive natural numbers അല്ലെ, 6 consecutive natural numbers നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ 6 consecutive natural numbers പറ്റി നമ്മൾ ഒരിക്കൽ എഴുതിയതായിരുന്നു 4 numbers നെ പറ്റി. ഇതല്ലേ നമ്മൾ 4 numbers നെ പറ്റിയിട്ട് എഴുതിയത്. അപ്പൊ 6 natural numbers എന്ന് പറയുമ്പോൾ ആരൊക്കെ x plus 1 x plus 2 x plus 3 x plus 4 x 5 വരെയാണ് നമുക്ക് 6 consecutive എന്തായിരുന്നത് natural numbers ആയി വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, അതൊന്ന് എടുത്തെഴുതുക. എന്ത് ചെയ്താ, the 6 consecutive natural numbers are x plus 1 x plus 2 x plus 3 x plus 4 x plus 5. ഇതിൽ മിഡിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും അല്ലെ, ഈ രണ്ട് പേരായിരിക്കും നമ്മുടെ മിഡിൽ ആയിട്ട് വരുന്നത് അല്ലെ. നോക്കി മിഡിൽ തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ മിഡിൽ ആയിട്ട് വരുന്നത്, ഫസ്റ്റും ലാസ്റ്റും ഇത് രണ്ടും. അപ്പൊ എന്ത് ചെയ്താ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ, the product of two numbers at the end എന്ന് പറയുമ്പോൾ x into അല്ലെ x plus ആരാണ് 5 ആണ്. അപ്പൊ ദാറ്റ് ഈസ് x into x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ, x into 5 എന്ന് പറഞ്ഞാൽ 5x. ഞാൻ അടുത്ത മിഡിലാണ്. മിഡിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് x plus 2 into x plus 3 equal to x into x plus x into 3 plus 2 into x plus 2 into 3 എത്ര കിട്ടി, x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 into x 2x പ്ലസ് 6. 3x പ്ലസ് 2 എന്ന് പറയുമ്പോൾ 5x. അപ്പൊ എന്തായി 5x പ്ലസ് 6. അപ്പൊ എന്ത് ചെയ്ത് x into x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ, x into 3 എന്ന് പറഞ്ഞാൽ 3x, 2 into x ആണ് 2x, 3 into 2 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ 3x പ്ലസ് 2 x എന്ന് പറഞ്ഞാൽ 5x. ഇനി എന്ത് ചെയ്യാ, ഇതിന്റെ ഡിഫറൻസ് ഉപയോഗിക്കുക. അപ്പൊ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 മൈനസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ x സ്ക്വയർ പ്ലസ് 5x. എന്ത് ചെയ്യാ, x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് x സ്ക്വയർ മൈനസിന്റെ പ്ലസ് മൈനസ് 5x. അപ്പൊ മൈനസ് 5x ഉം പ്ലസ് 5x ഉം ക്യാൻസൽ ആയി, x സ്ക്വയറും മൈനസ് x സ്ക്വയറും ക്യാൻസൽ ആയി, ബാക്കി ആരേ ഉള്ളൂ, ആൻസർ 6 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് പറയാ, for any 6 consecutive natural numbers the difference between the
product of two numbers at the end of the two numbers of the middle is 6 ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? They give the below the method to find the product of 36 into 2 into 8. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതി? ഇതേപോലെ ഒന്ന് മാറ്റി എഴുതാനാ പറഞ്ഞത്. ചെക്ക് ചെയ്ത് സെയിം അതർ പ്രൊഡക്റ്റ് ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. എക്സ്പ്ലെയിൻ വൈ ദി വർക്ക് യൂസിങ് ആൽജിബ്ര. അപ്പൊ ഇവിടെ എന്താണ്? 3 ആദ്യം എടുത്തു, പിന്നെ എന്തെടുത്തു? 2 എടുത്തു. അപ്പൊ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ 3 into 2 6. ഈ 6 ആരോട് മൾട്ടിപ്ലൈ ചെയ്തു? 100. അതിന്റെ ആൻസർ ഇവിടെ എഴുതിയെന്നുള്ളൂ. പിന്നെ ഈ 3 into 8 മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് 6 into 8 2 മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ 3 into 8 24. 24 plus 12 എന്നാണ് 36. 36 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 360 ആയി. ഇവന് ഇത് ലാസ്റ്റ് നമ്മൾ തമ്മിൽ എടുത്തു 6 into 8 48 തമ്മിൽ ആഡ് ചെയ്ത്. അപ്പൊ 36 into 28 ആൻസർ. അപ്പൊ ഇത് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? വേറെ നമ്പർ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 46 into 28 ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ 3 ഇവിടെ, പിന്നെ ആരാണ് വരുന്നത്? 2 ആണ്. അപ്പൊ അതേപോലെ ഇവിടെ ആരാണ്? ഫസ്റ്റ് 4 ഉം 2 ആണ് വരുന്നത്. അപ്പൊ എന്താ? 4 into 2 എന്ന് പറഞ്ഞാൽ 8 അല്ലെ? ആ 8 ആരോണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ? 100 ഉണ്ട്. അപ്പൊ 8 into 100 ആണ് 800. ഇനി 3 into 8, 3 ഇതാണ്, 8 ഇതാണ്. അപ്പൊ ഇവിടെ 4 into ആര് വരും? 8 പ്ലസ് അടുത്ത് 6 into 2. ഇവിടെ 6 into 2. അതെന്നല്ലേ 6 into 2 വരുന്നത്? 6 into 2. ഇനി 4 into 8 എന്ന് പറഞ്ഞാൽ 32 പ്ലസ് 6 into 2 എന്ന് പറഞ്ഞാൽ 12. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 44. അപ്പൊ 44 into 10 equal to 440. ഇനി അടുത്തെന്താണ്? 6 into 8 അഥവാ ലാസ്റ്റ് ഡിജിറ്റ്. അപ്പൊ 6 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48. തമ്മിൽ ആഡ് ചെയ്യുക 8 8 12. അപ്പൊ എത്രയാണ്? 46 into 12. ആ നമ്പേഴ്സിനെ അതേപോലെ നുള്ളിപ്പെറുക്കി എഴുതിയെന്നുള്ളൂ. ആ പാറ്റേൺ നോക്കുക. എവിടെയാണ് 3 എഴുതിയത്, എവിടെയാണ് 6 എഴുതിയത്, എവിടെയാണ് 2 എഴുതിയത്, എവിടെയാണ് 8 എഴുതിയത് എന്നൊക്കെ എഴുതിയാൽ മതി. ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിന് ആൽജിബ്രിക് എഴുതാനാ പറഞ്ഞത്. അപ്പൊ ഇതിന് ആൽജിബ്രിക് ഫോമിൽ എഴുതുമ്പോൾ ഞാൻ നേരത്തെ ഇതിനെ എടുത്ത് എഴുതിയെന്നുള്ളൂ. ഞാൻ 4നെ എന്ത് കൊടുത്തു? m കൊടുത്തു. 6നെ n കൊടുത്തു. അതേപോലെ 2ന് x, yക്ക് എന്ത് കൊടുത്തു? 8. അപ്പൊ m എന്ന് പറഞ്ഞാൽ 4 എവിടെ കാണുന്നോ അവിടെ m കൊടുക്കുക. 2 എവിടെ കാണുന്നോ അത് x കൊടുക്കുക. അപ്പൊ m into x എന്ന് പറയുമ്പോൾ ഈക്വൽ ടു mx. അപ്പൊ mx into 100 ആയി, ഈക്വൽ ടു 100 mx. ഇനി ഇവിടെ 4 m കൊടുത്തു, 8-നെടുത്ത് y കൊടുത്തു അല്ലെ, 6-നെടുത്ത് n കൊടുത്തു, പിന്നെ 2-നെടുത്ത് x. അപ്പൊ എന്തായി? ഈക്വൽ ടു അല്ലെ, ഇവിടെ പ്ലസ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇടാൻ മറക്കണ്ട, ഈക്വൽ ടു my പ്ലസ് nx. അപ്പൊ ഇതിനെ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു? 10-മായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10my പ്ലസ് 10nx ആയി മാറി. ഇനി 6 എന്നാണ് n, 8 എന്നാണ് y. അപ്പൊ എന്താവും? ny. ഇതൊക്കെ പാട് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ 100 mx 10my പ്ലസ് 10nx പ്ലസ് ny. ഇതാണ് ഇതിന്റെ ആൽജിബ്രിക് ഫോം ആയിട്ട് വരുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ ക്യൂരിയോസിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്പറിനൊക്കെ പറ്റി എന്തൊരു പ്രത്യേകതകളൊക്കെ പറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. അതിനുവേണ്ടി നമ്മൾ കലണ്ടർ എടുത്തു. നമ്മൾ കലണ്ടർ പറഞ്ഞാൽ സൺഡേ മുതൽ സാറ്റർഡേ വരെ നമുക്കുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ 1 2 3 മുതൽ തുടങ്ങി എത്ര വരെ? 31 വരെ ഉണ്ട്. അവിടെ നോക്കുക, 1 കഴിഞ്ഞ 2 ആണ്, 2 കഴിഞ്ഞ 3 ആണ്. അപ്പൊ ഒക്കെ ഇവിടെ 1 ആഡ് ചെയ്ത് പോവാണ്. അതേ സ്ഥാനത്ത് താഴോട്ടോ അല്ലെ, അല്ലെ 1 കഴിഞ്ഞാൽ 8 ആണ്. അപ്പൊ എത്ര ആഡ് ചെയ്തു? 7 ആഡ് ചെയ്തു. 7 എവിടുന്ന് വന്നു? ഒരു ആഴ്ചയിൽ, ഒരു വീക്കിൽ 7 ദിവസം ഉണ്ട്. ആ 7 ആണ് വന്നിട്ടുള്ളത്. 8-ന്ന് 15 എത്രയാണ്? വീണ്ടും 7. 15 22-ലേക്ക് എത്താൻ വീണ്ടും 7. ഇനി അതേപോലെ ഇവിടെ നോക്കി, 10-ന്ന് 17-ക്ക് എത്താൻ എത്ര വേണം? 7 വേണം. അപ്പൊ ഈ താഴോട്ട് 7-ഉം അല്ലെ ഇങ്ങോട്ട് പോണതൊക്കെയാണ് എത്രയാണ്? 1-ഉം 1-ഉം ആയിട്ടാണ് ഒക്കെ വരുന്നത്. അപ്പൊ കലണ്ടറിനകത്ത് എന്താണ്? മുന്നോട്ട് 1-ഉം താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 7-ഉമാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാം.
പേജ് നമ്പർ 73. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദി നമ്പർ ആസ് ഷോൺ ബിലോ. അപ്പൊ നമ്മൾ തന്നിട്ടുള്ള ഒരു calendar problem calendar എടുത്തു. As we did the calendar, mark a square of 4 numbers and find the difference of the diagonal product. Do one get the same difference of any such square? Explain why it is so using algebra. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് കലണ്ടർ പ്രോബ്ലം എടുത്ത് ഇതിൽ 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതാണ് 4 നമ്പർ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഇതിന് ശേഷം അടുത്ത 4 നമ്പർ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇതാണ്. അടുത്ത 4 നമ്പർ നിങ്ങൾക്ക് ഇഷ്ടം സെലക്ട് ചെയ്യാം. ഞാൻ അടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് 4 നമ്പർ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇത് പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ? ഡയഗണൽ പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ആ ഡയഗണൽ പ്രൊഡക്റ്റിന് ഡിഫറൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഈ ഇതെടുത്തു. ഇതിന് ഡയഗണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ. ഇപ്പൊ 1 into 7 ആണ് ഡയഗണൽ. എത്രയാണ്? 7. അടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6 into 2 എത്രയാണ്? 12. അതിന് ഡിഫറൻസ് എന്ന് പറഞ്ഞത് എത്രയാണ്? 12 minus 7 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് 12, 13 അതേപോലെ 7. ഇതിന്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? 12 into 18 ആണ്. എത്രയാണ്? 216. അടുത്ത് 17 into 13. അപ്പൊ 17 into 13 മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 221. ഇനി എന്ത് ചെയ്യാം? അതിനെ ഡിഫറൻസ് ചെയ്യാം. അപ്പൊ നാം 221 minus 216 അതും 5. ഇനി അടുത്ത ലാസ്റ്റ് എന്താണ്? 25 into എന്തായി? 19 മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടി? 475. അടുത്ത 20 into 24. 20 into 24 എത്ര കിട്ടി? 480. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആര് വരും? അല്ലെ? 480 മൈനസ് 475 എത്ര കിട്ടി? 5 കിട്ടി. ഇതിലെ സബ് ക്വസ്റ്റ്യൻ ആൽജിബ്രിക് ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്നാമത്തെ എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 1ന് ഞാൻ എക്സ് കൊടുത്തു. അപ്പൊ 2 1ഉമായിട്ട് എങ്ങനെ എഴുതാം? 1 plus 1. 6 1ഉമായിട്ട് എങ്ങനെ എഴുതാം? 1 plus 5. 7 എങ്ങനെ 1ഉമായിട്ട് എഴുതാം? 1 plus 6. അപ്പൊ 1ന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 ആയി മാറി അല്ലെ? ഇവിടെ 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ എക്സ് പ്ലസ് 5 ആയി. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ആണ്. അപ്പൊ എക്സ് പ്ലസ് 6 ആയി. ഇനി എന്ത് ചെയ്യാണ്? ക്രോസ് ആയി ചെയ്യാം. അപ്പൊ ആരാണ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 6 6x. ഇനി അടുത്ത ആരാ? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് x into 5x 5 plus 1 into x plus 1 into 5 1 into 5 equal to x into x എന്ന് പറഞ്ഞാൽ x square plus x into 5 എന്ന് പറഞ്ഞാൽ 5x plus 1 into x എന്ന് പറഞ്ഞാൽ x 1 into 5 എന്ന് പറഞ്ഞാൽ 5 ഒക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? x square plus 6x plus 5. ഇനി അടുത്തതാ ഇത് ഡിഫറൻസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ x square plus 6x plus 5 മൈനസ് ഓഫ് x square plus 6x. അതിന് ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ x square plus 6x plus 5 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് x square മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 6x. മൈനസ് 6x മൈനസ് 6 വെട്ടി പ്ലസ് x square മൈനസ് x square വെട്ടി ബാക്കി ആരേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ ദി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വി ഹാവ് മേഡ് ഡ്രോ എ സ്ക്വയർ ഓഫ് 9 numbers instead of 4. The mark are the numbers 4 corner or the difference of the diagonal sum. Explain using algebra we get the difference as 4 all such squares. What about the square of 16 numbers? നേരത്തെ നമ്മൾ ചെയ്തത് 4 നമ്പേഴ്സിന് 16 എടുത്തു. അതിൽ കോർണേഴ്സിനെ 9 നമ്പേഴ്സിന് സെലക്ട് ചെയ്തു. ഇനി ഡയഗണൽ സം ആണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ മറ്റേ ഡയഗണൽ പ്രൊഡക്റ്റ് മാറിയിട്ടുണ്ടായി ഡയഗണൽ സം കാണുക, അതിന്റെ ഡിഫറൻസ് കാണുക. എന്നിട്ട് അതിന്റെ ആൽജിബ്രിക് ഫോം നോക്കുക. പിന്നെ അത് 16 ഫോമിലേക്ക് അത് ഞാൻ ടേബിൾ കിട്ടിച്ചു. അപ്പൊ നമ്മൾ എന്താ ഡയഗണൽ സം ആണ്. അപ്പൊ 6 plus 20 എടുത്തു. എത്രയായി? 26. 10 plus 12 എടുത്തു. എത്രയായി? 22. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിഫറൻസ്. അപ്പൊ 26 minus 22 എന്ന് പറഞ്ഞാൽ എത്രയായി? 4 ആയി. ഇനി
അടുത്ത നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ആൽജിബ്രിക് ഫോം ആണ്. ഞാൻ 6നെ അങ്ങനെ എക്സ് ആക്കി കൊടുത്തു. 6ഉം ആയിട്ട് 8ക്ക് എത്താൻ 6 പ്ലസ് 2 ആണ്. 6 10ലേക്ക് എത്താൻ 6 പ്ലസ് 4 ആണ്. 9 6ലേക്ക് എത്താൻ 6 പ്ലസ് 3 ആണ്. 12ക്ക് എത്താൻ 6 പ്ലസ് 6. 15ക്ക് എത്താൻ 6 പ്ലസ് 9. 12ക്ക് എത്താൻ 6 പ്ലസ് 6 അല്ലെ. 16ക്ക് എത്താൻ എത്രയാണ്? 6 പ്ലസ് 10 ആണ്. അടുത്ത 20ക്ക് എത്താൻ എന്താണ്? 6 പ്ലസ് 14 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ എക്സ് 6ന് എക്സ് കൊടുത്തു. അപ്പൊ എക്സ് പ്ലസ് 2 ആയി മാറി. അടുത്തത് എക്സ് പ്ലസ് 4 ആയി മാറി. 6ന് എക്സ് കൊടുത്തു എന്നുള്ളൂ. അടുത്തത് അല്ലെ 6 പ്ലസ് എന്ന് പറഞ്ഞാൽ 6 എക്സ് പ്ലസ് 3 ആയി. അടുത്തത് ഒരു 6ന് എക്സ് കൊടുത്താൽ മതി. അപ്പൊ എക്സ് പ്ലസ് 6. അടുത്ത എക്സ് പ്ലസ് 9. അടുത്ത് എക്സ് പ്ലസ് 6. അടുത്തത് എക്സ് പ്ലസ് 10. അടുത്ത എന്ത് വരുന്നു? എക്സ് പ്ലസ് 14 ആയി മാറി. അപ്പൊ ഒന്നാമത്തെ റൗണ്ട് ചെയ്തു, ഇതിനെ റൗണ്ട് ചെയ്തു അല്ലെ, ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തു, അതേപോലെ ഇതിനെയും റൗണ്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പറഞ്ഞു നമ്മൾ? ഇതിനെ അല്ലെ ഡയഗണൽ സം. അപ്പൊ എക്സ് പ്ലസ് 14 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 14. അടുത്ത ആരാ? എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 4 എത്രയായി? 2x പ്ലസ് 10. ഇനി എന്ത് ചെയ്യാ? അതിന്റെ ഡിഫറൻസ്. അപ്പൊ എന്താവും? അല്ലെ 2x പ്ലസ് 14 മൈനസ് 2x പ്ലസ് 10. അപ്പൊ 2x പ്ലസ് 40 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 10. 2ഉം 2xും ക്യാൻസൽ ആയി. 14 10 സബ്ട്രാക്ട് ചെയ്താൽ 4. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് അബൌട്ട് ദ സ്ക്വയർ ഓഫ് ദ 16 നമ്പേഴ്സ്? അപ്പൊ 16 നമ്പേഴ്സ് എന്താവും? 5 7 9 11 8 11 14 17 11 15 19 23. ഇതാണ് നമ്മുടെ 16 നമ്പേഴ്സിന്റെ നമ്മൾ ഒരു കലണ്ടർ എടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഈ നമ്പറിലെ വേറെ നമ്പർ എന്തും സെലക്ട് ചെയ്യാം. അപ്പൊ ഇതോട് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.